കുളിപ്പിച്ച് മന്ത്രി ഗണേഷ് കുഞ്ഞിനെ തന്നെ കൊല്ലുമോ? ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ പറ്റിയാണ് പറയുന്നത്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂളുകൾ സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വ്യാഴാഴ്ച പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ മന്ത്രി പ്രഖ്യാപനം നടത്തിയതിനെതിരെ ഡ്രൈവർ സ്കൂൾ സംയുക്തം സമരസമിതി സംസ്ഥാനമാകെ സമരവുമായി ഇറങ്ങി. സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരും. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും സമരക്കാർ ഒരുക്കവുമല്ല. INTUC, CIDU, BMS തുടങ്ങിയ സംഘടനകൾ അനിശ്ചിതകാല സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടിയാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരം. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുമെന്നും RTO ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സഹകരിക്കില്ലെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് പ്രതിഷേധക്കാർ അടച്ചുകിട്ടി. ടെസ്റ്റിനുള്ള വാഹനങ്ങളും വിട്ടു നൽകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണം അപ്രായോഗികമെന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ വ്യക്തമാക്കുന്നു. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്കുള്ള വഴി അടച്ചാണ് മലപ്പുറത്ത് പ്രതിഷേധം നടക്കുന്നത്. ഒരു കാരണവശാലും ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്നാണ് യൂണിയനുകൾ പറഞ്ഞിട്ടുള്ളത്. ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ 7000-ലധികം ഡ്രൈവിംഗ് സ്കൂളുകളെയും 100,000-ഓളം വരുന്ന തൊഴിലാളികളെയും ഈ മേഖലയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ ആരോപിക്കുന്നു. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിനോട് തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും യൂണിയനുകൾ പറയുന്നുണ്ട്. മലപ്പുറത്തെ ഗ്രൗണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ വാടകയ്ക്കെടുത്തതാണ്. ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പുമായി ഗ്രൗണ്ട് വിട്ടു നൽകി സഹകരിക്കുകയായിരുന്നു. ഇനി ഗ്രൗണ്ട് വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് സമരക്കാർ. സർക്കുലർ പിൻവലിച്ച് ചർച്ച നടത്തി മാറ്റങ്ങൾ വരുത്താമെന്നും സമരക്കാർ പറയുന്നു. കൊച്ചിയിലും ടെസ്റ്റ് ബഹിഷ്കരിച്ച് പ്രതിഷേധമറിയിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തിറങ്ങി. പ്രതിഷേധം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി പാടില്ല എന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പഠിതാക്കൾക്ക് ബുദ്ധിമുട്ടാണെന്നാണ് സമരക്കാർ ആരോപിച്ചിരിക്കുന്നത്. നേരത്തെ ട്രാക്ക് ഒരുക്കുന്നതിൽ പോലും സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നിസ്സഹകരണമായിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഗതാഗത മന്ത്രി തയ്യാറായെങ്കിലും അപ്രായോഗിക നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ് പരിഷ്കരണങ്ങൾ ബഹിഷ്കരിക്കുമെന്നും ആദ്യം തന്നെ യൂണിയനുകൾ നിലപാടെടുക്കുകയാണ് ഉണ്ടായത്. ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ നടപ്പാക്കുന്നതിനോടെയാണ് സമരവുമായി ഡ്രൈവിംഗ് സ്കൂളുകാർ മുന്നോട്ടു പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നതെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരോപിക്കുന്നത്. ഗ്രൗണ്ടുകൾ സജ്ജമാക്കാത്തതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവിന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നു. ടെസ്റ്റിന് ആദ്യ ഭാഗമായ H എടുക്കുന്നത് പഴയ രീതിയിൽ നിലവിലെ ഗ്രൗണ്ടിൽ എടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. കയറ്റത്ത് നിർത്തി പുറകോട്ട് എടുക്കുന്നതും പാർക്കിങ്ങും റോഡ് ടെസ്റ്റിനിടയിൽ ചെയ്യിക്കണമെന്നും ആയിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പ്രതിദിനം 30 ലൈസൻസ് പരീക്ഷകൾ H പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി പുതിയ ടെസ്റ്റ് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല, ഓട്ടോമാറ്റിക് വണ്ടി പാടില്ല തുടങ്ങി മെയ് 2 മുതൽ വലിയ പരിഷ്കാരങ്ങൾക്കാണ് ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറിന്റെ പുതിയ പരിഷ്കാരങ്ങളും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരവും ലൈസൻസിനായി ശ്രമം നടത്തുന്ന ആയിരങ്ങളെയാണ് കഷ്ടത്തിലാക്കിയിരിക്കുന്നത്. അടിമുടി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്രയോഗിക്കാമെന്നും ആക്ഷേപങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നടക്കം സമരത്തിനിറങ്ങിയതോടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇവിടെ ഉള്ളത്.